നിതീഷ് കുമാറിൻ്റെ ഏറ്റവും വലിയ മോഹം പ്രധാനമന്ത്രി പദമാണ്. ഒരിക്കലും പ്രതിപക്ഷത്ത് ഇരുന്നിട്ടില്ലാത്തൊരു നേതാവാണ് നിതീഷ് കുമാർ. അങ്ങോട്ടും ഇങ്ങോട്ടും NDAയിലും ഒപ്പം തന്നെ ഇപ്പോഴത്തുള്ള INDA മുന്നണിയിലുമൊക്കെ മാറിയും തിരിഞ്ഞു നിന്ന് തൻ്റെ മുഖ്യമന്ത്രി പദം എക്കാലവും സംരക്ഷിച്ചു പോന്നിരുന്ന നിതീഷ് കുമാറിന് ഇപ്പോൾ അടിപതറുന്നു, വഴിയാധാരമാകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി വരുന്നത്. ഏതായാലും ഇത്തവണ മോദിയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ നിതീഷ് കുമാർ അവസാനത്തെ ആയുധം പുറത്തെടുത്തു. അത് ജാതി സംവരണമായിരുന്നു. ഈ ജാതി സംവരണം പുറത്തിട്ടുകൊണ്ട് BJPയെ തകർക്കാമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ വിഭാഗത്തിനും 65% സംവരണം നൽകുകയും ചെയ്തു. നിലവിലത്തെ സാഹചര്യത്തിൽ 65% സംവരണം നൽകാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് 50% മുകളിൽ സംവരണം പോകുന്നത്. പക്ഷേ അവിടെ ഒരു ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് 65% സംവരണം കൊടുക്കുകയും ജാതി സെൻസസ് എല്ലായിടത്തും നടത്തണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മണ്ഡല പുനർനിർണ്ണയം വരെ നടത്താനെന്നും പറഞ്ഞ നിതീഷ് കുമാറിന് ഇപ്പോൾ അടി പതറുകയാണ്. കാരണം OBC വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP ചില നീക്കങ്ങൾ നേരത്തെ മുതൽ നടത്തിയിരുന്നു. കാരണം നിതീഷ് കുമാറിൻ്റെ ബേസ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർമികളും കുശ്വാ വിഭാഗവുമാണ്. ഈ വിഭാഗത്തെ പൂർണ്ണമായി തന്നെ BJP വളരെ നാൾ മുമ്പേ തന്നെ അടർത്തി എടുത്തിരുന്നു. RCP സിംഗ്, ഉപേന്ദ്ര കുശ്വാ ഇവരെയൊക്കെ BJP പക്ഷത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് നിരന്തരം ഈ കുർമി കുശ്വാ വിഭാഗങ്ങൾക്കിടെ പ്രവർത്തനം നടത്തി. ആ വിഭാഗം ഇപ്പോൾ നിതീഷ് കുമാറിനോട്ട് BJPയോടൊപ്പമാണ്. അവർ ഈ ജാതി സംവരണത്തെ എതിർക്കുന്ന വിഭാഗമാണ്. OBC ആണെങ്കിൽ അവർ എതിർക്കുന്ന വിഭാഗമാണ്. ഒപ്പം തന്നെ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച കൂടി എത്തിയപ്പോഴേക്കും അത് കുർമി വിഭാഗത്തിനിടെ വലിയ സ്വാധീനമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ്. അവർ കൂടി എത്തിയപ്പോഴേക്കും നിതീഷ് കുമാറിൻ്റെ പതനം ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന ഈ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഒരുപാടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. ഇതൊക്കെ നിതീഷ് കുമാർ മനസ്സിലാക്കിയത് ഈ അടുത്ത് നിതീഷ് കുമാർ നടത്തിയ ഒരു ഇന്റേണൽ സർവേയിലാണ്. അവിടെ ഒരു വ്യക്തമായ ഒരു കാര്യം കൂടി ആ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ കൂടി കഴിയുമ്പോൾ ഈ പാറ്റേണുകളെല്ലാം മാറി മറിഞ്ഞ് ഹിന്ദു വോട്ടിൽ ഒരു വലിയ കൺസോൾട്ടേഷൻ ഉണ്ടാകുകയും യുവാക്കളും സ്ത്രീകളും നിലവിൽ മോദിക്കൊപ്പമാണ്. അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. അതോടുകൂടി തകർന്ന തരിപ്പണമായി ഇല്ലാതാകുന്നത് JDUവും നിതീഷ് കുമാറുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.